ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയണ്ടേ. മട്ടാഞ്ചേരിയിലെ എല്ലാ വീടിന്റെയും കക്കൂസിന്റെയും കുളിമുറിയുടെയും ഷെയ്ഡേ തൂങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ കൊടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. ഇവന്റെ കോൺസ്റ്റബിൾസ് വൈഫ് ഭയങ്കര ഹിറ്റല്ലേ? കോൺസ്റ്റബിൾസ് വൈഫ്? നമ്മുടെ പള്ളുരുത്തി സ്റ്റേഷനിലെ സോമൻ സാറിന്റെ ഭാര്യയുടെ. അതിന് ഇവനെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇവനടുത്ത പുതിയ പടം കണ്ട പിള്ളേരാ പറഞ്ഞത്. ഇക്കായിരുന്നു കണ്ടു നോക്ക. എടാ ഒന്ന് ഇട്ടു കൊടുക്ക. പയ്യനാകെ പേടിച്ചിരിക്കുക. ഫോട്ടം പോലെ കാണിക്കേ. ഇവനാ അന്ധകാരം ബാബു, പോലീസ് വിറ്റ്നസ്. ബിലാൽ എങ്ങോട്ടാ? ഇപ്പൊ ക്യാമറയെ കണ്ടത് എന്റെ മേരി ടീച്ചറിന്റെ മുഖമാണ്. നീയൊക്കെ അമ്മയെന്ന് വിളിച്ച മേരി ടീച്ചറിന്റെ. കോളനി കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞ അച്ഛനെ ചടങ്ങ്. കോളനി എന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും പൊക്കിയിരിക്കും. ബിലാലെ, അവിടെ മുഴുവനുള്ള കഞ്ചാവും ടിഡിയൊക്കെ അടിച്ചേറ്റ് പിള്ളേരാ. എല്ലാവന്റെ അരയിൽ ടൂൾ കാണും. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയാടാ കൊച്ചിയിലുള്ളത്? അവിടെ ഒറ്റക്ക് നിൽക്കണ്ട, പണി കിട്ടും. കൂടെ വന്ന് തടി കേടാതെ നോക്കാം. ഇവനെ ചുമ്മാ അരയിൽ തിരിയിക്കും. പുറത്തെടുക്കണ്ട, കണ്ടാ പിള്ളേര് പേടിക്കും. എനിക്കില്ലേ? നിനക്കടുത്ത പള്ളിപ്പെരുന്നാളിന് മേടിച്ചരാം. ഓടാ. ഇവന്റെ വാപ്പായ ദുബായിലായിരുന്നു. ഒന്ന് കാണാൻ വന്നതാ. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശിങ്കൽ മരിച്ചു. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ, പണിയും കഴിഞ്ഞ് അടുത്ത വിമാനത്തിൽ ബാപ്പാക്ക് ദുബായിക്ക് പോകാനുള്ളതാ.
വേഗം പറ. ഈ കോപ്പിലെ കേസും പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി. പിന്നെ ഇതേപ്പോ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തേന് നമ്മ എന്ത് ചെയ്യാനാടാ? നീ എന്തിനാണ് എന്നെ തരണത്? സാക്ഷിയാണെന്ന് പറഞ്ഞ അന്ധകാര കോളേജിലുണ്ടല്ല, അവനെ പോയി പൊക്കടപ്പാ. നമ്മുടെ കയ്യിൽ മൂർച്ചകളുണ്ട് കേട്ടോ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, പണി കിട്ടൂട്ടോ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. मुका मुका मड़म